നമസ്കാരം. ഒരു വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉയർച്ചയും കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ പലവിധ സസ്യങ്ങളുണ്ട്. കാരണം ഈ സസ്യങ്ങൾക്ക് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനുള്ള കഴിവുണ്ട് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുമായ ഒരു സസ്യമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം പലരും വീടുകളിൽ വളർത്തുവാൻ ശ്രമിക്കുന്നതായ ഒരു സസ്യമാണ്. എന്നാൽ പലർക്കും നിരാശയാണ് ഫലം. അവർ വിചാരിക്കുന്നത് പോലെ ലഭിക്കണം എന്നില്ല, അതായത് വളർച്ച ലഭിക്കണം എന്നില്ല. അതിനാൽ പലരും നിരാശരാകാറുണ്ട്. ചിലർക്ക് വളർന്നു വരികയും പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ചിലരുടെ വീടുകളിൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ. കാരണം ധാരാളമായി അവരുടെ വീടുകളിൽ ശംഖുപുഷ്പം വളരുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി ശംഖുപുഷ്പം വളരുന്നു എങ്കിൽ, അഥവാ ധാരാളമായി ശംഖുപുഷ്പം വിരിയുന്നതായ വീടുകളിൽ മഹാഭാഗ്യമുള്ള വീടുകളാണ്, ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ്, ഈശ്വരാധീനമുള്ള ഭൂമിയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ ആ വീട്ടിലെ സ്ത്രീകളുടെ പ്രധാനപ്പെട്ടതായ ഈ 5 പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകും. 5 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഈശ്വര കടാക്ഷത്താൽ ക്രമേണ ഇല്ലാതാകും. ഒറ്റയടിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയുന്നില്ല. എന്നാൽ ക്രമേണ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ കാര്യം സാമ്പത്തികപരമായ കാര്യങ്ങളാണ്. ഒരു വ്യക്തിയിൽ ഏറ്റവും പ്രയാസം നൽകുന്നതായ കാര്യം കടബാധ്യതകളാണ്. കാരണം ലഭിക്കുന്നതായ ധനം ഒന്നിനും തികയാത്തതായ അവസ്ഥ, കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം, സാമ്പത്തികപരമായ ഭദ്രത ഇല്ലാത്തതായ സാഹചര്യം, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ ക്രമേണ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിയും. കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാം. അതിനാൽ ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. പലവിധ മനോദുഃഖങ്ങൾ വന്നു ചേരുക, ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുക. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ തന്നെ മറ്റു പ്രശ്നങ്ങൾ വീണ്ടും വന്നു ചേരുക. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കണം എന്നില്ല, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം എന്നില്ല. അതിനാൽ നഷ്ടങ്ങൾ, മറ്റു കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. പലരുടെയും സഹായം ലഭിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. മനോദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉറക്കം എപ്പോഴും അനിവാര്യം തന്നെയാണ്. എന്നാൽ പലവിധ ചിന്തകളാൽ ഉറക്കം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ ഉറക്കം ഉണർന്നതിന് ശേഷം അത് അർദ്ധരാത്രിയിലാണ് എങ്കിലും പിന്നീട് ഉറങ്ങുവാൻ സാധിക്കാത്തതായ സാഹചര്യം, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ക്രമേണ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. ശരിയായ രീതിയിൽ ഉറക്കം നിങ്ങൾക്ക് ലഭിക്കും. മറ്റു ദുസ്വപ്നങ്ങൾ, കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമാധാനത്തോടെ ഉറങ്ങുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നിങ്ങൾ എന്ത് ആഹാരം പാചകം ചെയ്താലും അതീവ സ്വാദിഷ്ടമായി തീരും. മറ്റുള്ളവരുടെ പ്രശംസ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പലരും ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിൽ തന്നെ പാചകം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഇത്തരം കഴിവ് നിങ്ങളിലേക്ക് ഇരട്ടിയായി വന്നു ചേരും. അതിനാൽ പാചകത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. മറ്റുള്ളവരുടെ മനസ്സും വയറും നിറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളിൽ പലവിധ അബദ്ധങ്ങൾ വന്നു ചേരുകയും സംഭവിച്ചിട്ടുണ്ട്. അതുമൂലം നഷ്ടങ്ങളോ കുറ്റപ്പെടുത്തലുകളോ വിഷമങ്ങളോ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ.
എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. നോ ആണ് എങ്കിൽ, അല്ലെങ്കിൽ അത് പാടില്ല എന്നാണ് എങ്കിൽ അത്തരം തീരുമാനങ്ങൾ മുഖത്ത് നോക്കി പറയുവാൻ സാധിക്കും. ധൈര്യം നിങ്ങളിൽ വർദ്ധിക്കും. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് ആരെയും ഭയക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം ക്രമേണ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രമേണ കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും ജീവിതത്തിൽ അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. നല്ലത് ചെയ്യും, എന്നാൽ മറ്റുള്ളവരുടെ കണ്ണിൽ അത് മോശമായിരിക്കും. തന്മൂലം നിങ്ങൾക്ക് കേൾക്കാത്തതായി ഒന്നുമില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ പലവിധ വിഷമങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. പ്രധാനപ്പെട്ടതായ വിഷമം മറ്റുള്ളവർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അത് പങ്കാളിയാണ് എങ്കിലും മനസ്സിലാക്കാത്തതായ സാഹചര്യം, നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാത്തതായ സാഹചര്യം, അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവർ നിങ്ങളെ ബഹുമാനിക്കും. അവർ നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ പറയുന്നതായ വാക്കിന് വില ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായ കാര്യങ്ങളായി മാറും. ശത്രുക്കൾ പലരുമുണ്ട് എങ്കിലും ആ ശത്രുത നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അത് നിങ്ങളുടെ പെരുമാറ്റത്താലോ അല്ലെങ്കിൽ നിങ്ങൾ മുൻകൈയെടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാലോ നിങ്ങളുമായി ബന്ധപ്പെട്ട് പല ശത്രുക്കളും അല്ലെങ്കിൽ ആ ശത്രുത ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ഏവരെയും നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കും. കൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട ശത്രുത ഒഴിയുന്നതിനാൽ തന്നെ പലവിധ നേട്ടങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പലവിധ സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ ശത്രുക്കൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്യുന്നതായ ആ പ്രവൃത്തികൾ അത് ശത്രുത ഇല്ലാതാക്കും. പലവിധ തെറ്റിദ്ധാരണകളാലും പല ബന്ധങ്ങളും നഷ്ടമായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. അത്തരം പ്രശ്നങ്ങൾ പോലും, അതായത് അത്തരം തെറ്റിദ്ധാരണകൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏവരും നിങ്ങളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സ്നേഹിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പലപ്പോഴും പല കാര്യങ്ങളിലും ഭാഗ്യം തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. കയ്യെത്തും ദൂരത്തു നിന്നും ഭാഗ്യം നഷ്ടപ്പെടുകയും ദൗർഭാഗ്യം നിങ്ങൾക്ക് വേട്ടയാടുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഉയർച്ച തടസ്സപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ദൗർഭാഗ്യം ജീവിതത്തിൽ നിന്നും ഒഴിയുകയും പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുകയും തന്മൂലം ഉയർച്ച, സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഇരിക്കുന്നിടം പൊന്നി വിളയുന്നതായ സാഹചര്യം, അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യവും അതുമൂലം ആ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിലൂടെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾ മൂലം നേട്ടങ്ങൾ മറ്റുള്ളവർക്കും നിങ്ങൾക്കും വന്നു ചേരും. തടസ്സങ്ങൾ പലപ്പോഴും നിങ്ങളെ അലട്ടുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ തടസ്സങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും കാര്യവിജയങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. അതായത് അനുഭവിക്കുന്നതായ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുകയും ഈ പരാമർശിച്ച സന്തോഷകരമായ നിമിഷങ്ങൾ, സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തേടിയെത്തുകയും ചെയ്യാം. അതിനാൽ തീർച്ചയായും ഈ പുഷ്പത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ച, തിങ്കളാഴ്ച, വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിക്കാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശനിയാഴ്ച ദിവസം ശനിദേവനെ മനസ്സിൽ സങ്കല്പിച്ച് ശനിദേവന് പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിൽ ഭഗവാനെ ഈ പുഷ്പങ്ങൾ സമർപ്പിച്ച് ശുദ്ധിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഇരട്ടി ഫലദായകം തന്നെയാണ്.